ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. CSKയും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു സാംസൺ സെഞ്ചുറിയോടെ തിരികെ വന്നിരിക്കുന്നു. 2026 IPL ആദ്യ സെഞ്ചുറി നേടുന്ന താരമായി മാറിയിരിക്കുന്നു മലയാളികളുടെ പ്രിയങ്കരനായ CSKയുടെ സഞ്ജു സാംസൺ. 6-ൽ 7, 7-ൽ 7, 5-ൽ 9 കഴിഞ്ഞ 3 മത്സരങ്ങളിലെ വ്യക്തിഗത സ്കോർ ഇപ്രകാരമായിരുന്നു സഞ്ജു സാംസന്റേത്. എന്നാൽ ഒരു തിരിച്ചുവരവ് അനിവാര്യമായിരുന്നു അയാൾക്ക്. വേൾഡ് കപ്പിൽ മിന്നും പ്രകടനത്തിലൂടെ ഹീറോ ആയി മാറിയ സഞ്ജു സാംസൺ IPL തുടങ്ങിയപ്പോൾ 0 ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഒട്ടനവധി റെക്കോർഡുകൾ കൊണ്ടാണ് ഇന്ന് സഞ്ജു സാംസൺ സെഞ്ചുറി നേടിയിരിക്കുന്നത്. ഇന്നത്തെ സെഞ്ചുറിയോടെ സഞ്ജു സാംസൺ 4ാമത്തെ സെഞ്ചുറിയാണ് IPL പൂർത്തിയാക്കിയിരിക്കുന്നത്. സിക്സുകളുടെ എണ്ണത്തിൽ 400 പിന്നിട്ടിരിക്കുന്നു ഇന്നത്തെ മത്സരത്തിലൂടെ സഞ്ജു സാംസൺ. 56 പന്തുകൾ നേരിട്ട് 115 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന താരം 4 സിക്സുകളും 15 ഫോറുകളുമാണ് ഇന്ന് ചെന്നൈക്ക് വേണ്ടി നേടിയത്. നല്ലൊരു ടോട്ടൽ പടുത്തുയർത്തുന്നു. വിജയലക്ഷ്യമായി 213 ഡൽഹിക്ക് മുന്നിലേക്ക് വെക്കുന്നു. ചെന്നൈ ആദ്യ സിക്സ് നേടുന്നത് 11ാം ഓവറിലാണ്. എന്നാൽ റൺ റേറ്റിനൊട്ടും കുറവുണ്ടായിരുന്നില്ല. സഞ്ജു സാംസന്റെ ബാറ്റിൽ നിന്ന് ക്ലാസ് ഫോറുകൾ പിറന്നുകൊണ്ടേയിരുന്നു. ആദ്യമായി ചെന്നൈ ഓപ്പണിംഗ് കൂട്ടുകെട്ട് 50 പിന്നിടുന്ന കാഴ്ച കണ്ടു നമ്മൾ. ക്യാപ്റ്റൻ പുറത്തായതിനു ശേഷം ക്രീസിലെത്തിയ യുവതാരം ആയുഷ് മാത്രയുമായി നല്ലൊരു പാർട്ണർഷിപ്പ് വീണ്ടും പടുത്തുയർത്തുന്ന മനോഹരമായ കാഴ്ചയാണ് ഇന്ന് ചെന്നൈ സ്റ്റേഡിയത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. യുവതാരം 36 പന്തുകളിൽ 59 റൺസ് എടുത്തുകൊണ്ട് റിട്ടയർഡ് ചെയ്യുകയായിരുന്നു. അതൊരു പക്ഷേ തന്ത്രപരമായ തീരുമാനം തന്നെയായിരുന്നു. അവസാന ഡെത്ത് ഓവറുകളിൽ സ്കോർ കണ്ടെത്താൻ വിഷമിച്ചൊരു ഘട്ടത്തിലാണ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ശിവം ദൂബെയെ ചെന്നൈ കളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു സിക്സും 2 ഫോറും അടക്കം ശിവം ദൂബെ നേടിയത് 10 പന്തിൽ 20 റൺസ്. സഞ്ജു സാംസൺ മറ്റൊരു റെക്കോർഡ് കൂടി ഇന്ന് KL രാഹുലിനോടുകൂടെ പങ്കിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. വ്യത്യസ്തമായ 3 ടീമുകൾക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന താരം എന്ന വിശേഷണം കൂടി KL രാഹുലിന് പിറകെ സഞ്ജു സാംസണും ചാർത്തപ്പെട്ടിരിക്കുന്നു. KL രാഹുലിന്റെ സെഞ്ചുറി പഞ്ചാബിനും ലക്നൌക്കും ഡൽഹിക്കും വേണ്ടിയായിരുന്നെങ്കിൽ സഞ്ജു സാംസന്റെ സെഞ്ചുറി ഡൽഹിക്കും രാജസ്ഥാൻ റോയൽസിനും CSKക്കും വേണ്ടിയായിരുന്നു. മത്സരങ്ങൾക്ക് മുമ്പ് താങ്കളെ കണ്ടിറങ്ങുമ്പോൾ അതെനിക്ക് ഭാഗ്യമായി മാറുന്നു. പല മത്സരങ്ങളും എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിനാൽ എല്ലാ മത്സരങ്ങൾക്ക് മുമ്പും സാർ വരൂ എന്ന് രവി ശാസ്ത്രിയുടെ ചോദ്യത്തിന് മറുപടിയായി തമാശ രൂപേണ സഞ്ജു സാംസൺ പറയുകയുണ്ടായി. അതൊരു പക്ഷേ തമാശ രൂപേണ പറയുന്നതാണെങ്കിൽ പോലും കഴിഞ്ഞ വേൾഡ് കപ്പിലാണെങ്കിലും ഈ IPLലാണെങ്കിലും അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ളത് മറ്റൊരു വശമാണ്. ഫോം നഷ്ടപ്പെട്ട് വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്ന സഞ്ജു സാംസൺ 2026 ആദ്യ സെഞ്ചുറിയും തൂക്കിക്കൊണ്ട് വിമർശകർക്ക് വായടപ്പിക്കുന്ന ഒരു മറുപടി തന്നെയാണ് ഇന്ന് ബാറ്റ് കൊണ്ട് ചെന്നൈ ഗ്രൗണ്ടിൽ കാണികൾക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. അതെ, സഞ്ജു സാംസൺ പലപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാം തീർന്നെന്ന് വിശ്വസിപ്പിച്ച് അവിടെ നിന്ന് ഹീറോയിസത്തിലൂടെ തിരിച്ചു വരുന്ന കാഴ്ചകളാണ് മുന്നെയും സഞ്ജു സാംസൺ കാണിച്ചിട്ടുള്ളത്. അത് ഈ IPLലും ആവർത്തിക്കുന്നു. ഇനി അങ്ങോട്ട് മികച്ച പ്രകടനങ്ങൾ സഞ്ജു സാംസണും ചെന്നൈക്കും കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.